ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു അവർ ലിറ്റിൽ വേൾഡ്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു റെസിപ്പിയുമായിട്ടാണ്. കറികളൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ആട്ടപ്പൊടി വേണമെന്നുണ്ടെങ്കിലും എടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. പഞ്ചസാര പൊടിച്ച് ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ നല്ലപോലെ മിക്സാക്കി എടുക്കുക കേട്ടോ. ഇനി നമ്മളെടുത്ത മൈദയുടെ സെൻറ്ററിലേക്ക് നമുക്കൊരു 1/4 കപ്പ് അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തേക്കുന്നത്. അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി തൈരിലേക്ക് വേണം 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക. പിന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ്. 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുക്കുക. തൈരിലേക്ക് വേണം ഇടാൻ വേണ്ടിയിട്ട്, അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് 1 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. 1-2 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. എന്നിട്ട് തൈര് മാത്രം ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വേണം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാൻ. ഒരു 2 മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഇതൊന്ന് റെസ്റ്റ് ആവുന്ന ടൈമിൽ ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് പൊട്ടാറ്റോ ഒന്ന് പീൽ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് വലിയ സൈസിലുള്ള പൊട്ടാറ്റോ ആണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി. ഇപ്പോൾ ഇതൊരു മീഡിയം സൈസിലുള്ള പൊട്ടാറ്റോ ആയതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം എടുത്തേക്കുന്നത് കേട്ടോ. പൊട്ടാറ്റോ പീലൊക്കെ ചെയ്തതിന് ശേഷം നല്ലപോലെ വാഷ് ചെയ്തിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ആണെന്നുണ്ടെങ്കിൽ വാഷ് ചെയ്തിട്ട് തൊലിയോട് കൂടിയിട്ട് ഇട്ട് വേവിച്ചെടുത്താലും മതി കേട്ടോ. ഞാനിവിടെ തൊലി കളഞ്ഞിട്ടാണ് വേവിച്ചെടുക്കുന്നത്. എന്നിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ടാണ് ഒന്ന് വേവിച്ചെടുക്കുന്നത്. പൊട്ടറ്റോ വേവാൻ ആവശ്യത്തിലുള്ള വെള്ളം കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 4-5 വിസിലിന് വേവിച്ചെടുക്കുക. ഞാൻ ഏകദേശം ഒരു 4 വിസിലിലാണ് വേവിച്ചെടുത്തേക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 വിസിൽ വന്നതിന് ശേഷം പിന്നെ ബാക്കിയുള്ള വിസിലെല്ലാം ലോ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ. അപ്പോൾ തൈര് നല്ലപോലെ ഫെർമെൻ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് മൈദയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നല്ലപോലെ മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് വേണ്ട ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വെള്ളത്തിന് പകരം പാലിൽ വേണമെന്നുണ്ടെങ്കിലും ഇത് കുഴച്ചെടുക്കാം കേട്ടോ. ഞാനിവിടെ സാധാരണ വെള്ളത്തിലാണ് കുഴച്ചെടുക്കുന്നത്, ചൂടുവെള്ളത്തിലൊന്നുമല്ല. അപ്പോൾ നമ്മളിത് കുഴച്ചെടുക്കുമ്പോൾ ചപ്പാത്തിനേക്കാളും കുറച്ചും കൂടെ ലൂസായിട്ടുള്ള പരുവത്തിൽ വേണം ഇതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുക. സൺഫ്ലവർ ഓയിലോ കോക്കനട്ട് ഓയിലോ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഏകദേശം ഒരു 30 മിനിറ്റെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ റെസ്റ്റ് ചെയ്യണതിന് മുൻപ് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടെ ഓയിൽ തേച്ചിട്ടാണ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ഓയിൽ ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മാവിൻ്റെ മുകളിലേക്ക് കുറച്ചൊന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ക്ലിങ് റാപ്പ് വെച്ചിട്ടോ ഒരു ലിഡ് വെച്ചിട്ടോ ഒരു 30 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. തുറന്ന് വെക്കരുത് ഒരിക്കലും. തുറന്ന് വെച്ചാൽ മാവ് ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോകും. ഇനി ഇതിൻ്റെ ഫില്ലിങ്ങിലേക്ക് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസിലുള്ള സവാള, ഒരു പച്ചമുളക്, കുറച്ച് മല്ലിയിലയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ പൊട്ടറ്റോ ഒക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നൊരു ഫോർക്ക് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മാഷ് ചെയ്തെടുക്കാം. അപ്പോൾ മാഷ് ചെയ്യുന്നതിന് പകരം ഗ്രേറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി കേട്ടോ. തീരെ കട്ടകളില്ലാതെ നല്ലപോലെ വേണം ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് ഈ മാഷ് ചെയ്ത പൊട്ടാറ്റോയിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള, പച്ചമുളക്, മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഓപ്ഷണലാണ് കേട്ടോ. പിന്നെ പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി പേസ്റ്റാണ്. ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു കൈപ്പിടി നിറയെ മല്ലിയിലയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിയില ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇഞ്ചി ചതച്ചതും കൂടെ ഇട്ടിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ ജീരകം പൊടിച്ചതില്ലേ, ക്യുമിൻ സീഡ്സ്, അതിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. കുറച്ച് മാത്രം മതി കേട്ടോ. പിന്നെ കുറച്ച് എരിവിന് ആവശ്യത്തിനുള്ള കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇപ്പോൾ പൊട്ടാറ്റോയിൽ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് മാത്രം ഉപ്പിട്ടാൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി അരമണിക്കൂറിന് ശേഷം ആണ് ഞാനിവിടെ നമ്മുടെ മാവും നല്ലപോലെ ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ബോൾസാക്കി എടുക്കുന്നുണ്ട്. ഏകദേശം ഞാൻ ഇപ്പോൾ കുഴച്ച മാവിന് 4 എണ്ണം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇനി നിങ്ങൾക്ക് ചെറിയ സൈസിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു 8 എണ്ണം വരെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് വലിയ സൈസിലുള്ള ബോൾസാണ് ആക്കിയെടുക്കുന്നത്.
അപ്പോൾ നമ്മൾ ഒരെണ്ണം എടുത്ത് പരത്തുന്ന സമയത്ത് ബാക്കിയുള്ള മാവ് കവർ തന്നെ ചെയ്ത് വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളത് ഡ്രൈ ആയി പോവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അതാ 4 ഞാൻ നല്ലപോലെ ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ഞാൻ പരത്തി എടുക്കുന്നുണ്ട്. കുറച്ച് മൈദമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ജസ്റ്റ് ഒരു ചെറിയൊരു ഇങ്ങനെ റൗണ്ട് ഷേപ്പിലൊരു കുഴി പോലെ ആക്കുക. എന്നിട്ട് നമുക്ക് ഇതിൽ വേണം നമുക്ക് ആ ഫില്ലിങ് ഇതിലേക്ക് വെച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഫില്ലിങ് വെക്കുമ്പോൾ അത്യാവശ്യം നല്ലപോലെ തന്നെ ഫില്ലിങ് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പൊട്ടറ്റോ നല്ലപോലെ മാഷ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇതൊന്ന് പരത്തിയെടുക്കുമ്പോഴത്തേക്കും ഹോൾസായി പോവും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ബാക്കിയുള്ള മാവ് വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കുക കേട്ടോ. ഫില്ലിങ് പുറത്ത് കാണാത്ത പോലെ ഇങ്ങനെ ഒന്ന് ബോൾസ് ആക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ മൈദ മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അതിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ചിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് നല്ലപോലെ പരത്തിയെടുക്കുക. ഞാൻ ഓവൽ ഷേപ്പിലാണ് പരത്തിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ പരത്തിയെടുക്കുക കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ കറുത്ത ജീരകമോ കറുത്ത എള്ളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. വൈറ്റ് കളറിലുള്ള എള്ളാണെങ്കിലും മതി. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. ആ മല്ലിയിലയും എള്ളൊക്കെ അതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനോ അല്ലെങ്കിൽ ഒരു പോട്ടോ എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പിനേക്കാളും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആ വെള്ളം നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ പരത്തി വെച്ചിട്ടുള്ളതുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു ലിഡ് വെച്ചിട്ട് അടച്ചു കൊടുക്കുക. എന്നിട്ട് ഈ വെള്ളം വറ്റി വരുമല്ലോ, അത് ഏകദേശം ഒരു 2-3 മിനിറ്റ് തന്നെ വെള്ളം വറ്റി വരും. ആ ഒരു സമയത്ത് വേണം ഇതൊന്ന് തുറന്നിട്ട് മറിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. മറിച്ചിട്ട് കൊടുക്കുന്നതിന് മുൻപ് മോൾ ഭാഗത്ത് ബട്ടർ തേക്കണം. ഞാനത് കാണിക്കാൻ വേണ്ടി വിട്ടുപോയതാണ് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിലും കുറച്ച് ബട്ടർ ഒന്ന് നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ വെള്ളത്തിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്യുമല്ലോ, അപ്പോൾ ഏകദേശം നല്ലപോലെ ഒന്ന് പൊന്തി വരും കേട്ടോ ഇത്. അപ്പോഴാണ് നമ്മൾ മൂടി തുറന്നിട്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണ്ടേ. കണ്ടോ, നല്ലപോലെ ഏകദേശം നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഇനി ഒരു സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു ആലു കുൽച്ച റെഡി ആയിട്ടുണ്ട്. ഇനി ഒരെണ്ണം കൂടി ഉണ്ടാക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു ബോൾ ഇങ്ങനെ ഒന്ന് ഉരുട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ഹോള് പോലെ ആക്കിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് മൈദമാവ് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ആ ഒരു ബോളൊന്ന് റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതൊന്ന് പരത്തിയെടുക്കുക കേട്ടോ. നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ പരത്തിയെടുക്കുക. ഞാനിവിടെ ഓവൽ ഷേപ്പിലാണ് പരത്തിയെടുക്കുന്നത്. അങ്ങനെ പരത്തിയെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കറുത്ത എള്ളോ വെളുത്ത എള്ളോ ഇട്ട് കൊടുക്കുക കേട്ടോ. അത് ഓപ്ഷണലാണ്. ഇത് കാണാൻ കുറച്ചും കൂടെ നല്ലൊരു ഭംഗിയുണ്ടാവും. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഒന്ന് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുക. നമ്മൾ പാർട്ടിയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കി സെർവ് ചെയ്ത് വെക്കുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ മല്ലിയിലയും കൂടെ മുകളിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ വെറൈറ്റിയൊക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. പാനിപൂരിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇനി പാനിലേക്ക് ഞാനൊരു 1/4 കപ്പിനേക്കാളും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ കുൽച്ച റൊട്ടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് അടച്ചു വെക്കുക. അടച്ചു വെച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് പൊങ്ങി വരും, വെള്ളവും വറ്റും. ആ ഒരു ടൈമിൽ വേണം നമ്മൾ ലിഡ് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട്. ഒരാൾക്ക് ഏകദേശം ഒരെണ്ണമൊക്കെ കഴിച്ചാൽ തന്നെ ഏകദേശം വയറ് നിറയും കേട്ടോ. അപ്പോൾ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ഏകദേശം വറ്റി ഇത് ഏകദേശം ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ആലു കുൽച്ചയുടെ പെർഫെക്റ്റ് റെസിപ്പിയാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബട്ടർ കൂടെ നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആലു കുൽച്ച റെഡി ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ കറിയൊന്നും ഇല്ലാതെ തന്നെ വെറുതെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഇനിയും പുതിയ പുതിയ റെസിപ്പീസോ വ്ളോഗ്സോ ഒക്കെ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.